തൃശൂരിൽ 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് ഫോറൻസിക് സംഘം ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്ത് പരിശോധന നടത്തും. കുട്ടിയെ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണ് എന്നാണ് അമ്മ അനീഷ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ശ്രീകുമാരൻ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം നിതിൻ അംബുജനും ചേരും. ആദ്യം ശ്രീകുമാറിലേക്കാണ്. ശ്രീജിത്ത്, ഈ ഭവിന്റെ വീടിന് സമീപത്ത് തോട് വറ്റിച്ചുള്ള പരിശോധനയാണോ ഇപ്പോൾ നടക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ, ശ്രീജിത്ത്? തീർച്ചയായും ആ പരിശോധന ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന, ഡോക്ടർ ഉന്മേഷ് അടക്കമുള്ള ആളുകൾ ആ പരിശോധന പൂർത്തിയാക്കി. ഇപ്പോൾ ആ മേഖലയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രമകരമായുള്ള ഒരു പരിശോധനയാണ് ഈ മേഖലയിൽ നടന്നത്. കാരണം ഇതൊരു തോടാണ്. ഈ കൈത്തോടിൻ്റെ തൊട്ടുഭാഗത്ത് 2 ഭാഗത്തും മണ്ണിട്ട് അത് വെള്ളം തടഞ്ഞ് പിന്നീട് ആ വെള്ളം പൂർണ്ണമായി വറ്റിച്ചുള്ള ഒരു പരിശോധനയാണ് ഈ മേഖലയിൽ നടന്നത്. നമ്മളിവിടെ എത്തുന്നത് രാവിലെ 8 മണിയോടുകൂടിയാണ്. ഒരു 9:30 മണിയോടുകൂടി ഈ തോടിനെ വെള്ളം വറ്റിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ സംഘം ആ സമയം മുതൽ കഠിന പ്രയത്നത്തിലായിരുന്നു. 2 തൊഴിലാളികളാണ് ഇത്തരത്തിൽ അതിനുവേണ്ടി ഇവിടെ പൂർണ്ണമായ രീതിയിൽ നിന്ന് ജോലി ചെയ്തിരുന്നത്. എന്തായാലും അവർക്ക് ഇതിൽ നിന്ന് ചെറിയ ചില അസ്ഥിയുടേതിന് സമാനമായ രീതിയിലുള്ള ചില കഷ്ണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഈ നവജാത ശിശുവിൻ്റെ അസ്ഥി തന്നെയാണോ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണോ എന്നത് ഉറപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2 കഷ്ണങ്ങൾ ലഭിച്ചു എന്ന ഒരു പ്രാഥമികമായ വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും മണ്ണൊക്കെ പരിശോധിച്ച് അല്ലെങ്കിൽ മണ്ണൊക്കെ ചികഞ്ഞെടുത്തുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടന്നത്. ഭവിനെയും അല്പസമയം മുൻപ് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ആകെയുള്ളത് ഈ അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ്. തുടർന്ന് ശാസ്ത്രീയ പരിശോധനകളും നടത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും എടുത്തത് ഭവിൻ്റെ ഫോണിലെ ചില നിർണായകമായ രേഖകളടക്കം പോലീസിന് വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ ഫോൺ നശിപ്പിച്ചു എന്ന് അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഫോൺ വീണ്ടെടുക്കാൻ ഉള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം പൂർണ്ണമായി കിട്ടിയാൽ മാത്രമേ ഈ കേസ് കൃത്യമായി എഴുതി അത് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് വൈകുന്നേരത്തോടു കൂടി 5 മണിയോടുകൂടി തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2 പ്രതികളെയും കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് അല്പസമയം മുൻപാണ് പ്രതി ഭവിനെ പോലീസ് സ്റ്റേഷനിലേക്ക്, പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് DYSP ബിജുകുമാർ, അദ്ദേഹത്തിനാണ്, ചാലക്കുടി DYSP, അദ്ദേഹത്തിനാണ് അന്വേഷണ ചുമതലയുള്ളത്. പുതുക്കാട് CI അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ ഉണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമ്മൾ ബിജുകുമാർ DYSP ചാലക്കുടി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി ലഭിക്കേണ്ടത്. ഇപ്പോൾ ഫോറൻസിക് സംഘം മടങ്ങുന്ന കാഴ്ച അല്ലെങ്കിൽ മാറുന്ന കാഴ്ചയാണ്, പ്രദേശത്ത് നിന്ന് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ തീർത്തും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസ് തന്നെയാണിത്. അത് 3 വർഷത്തിനിടെ 2 ആൺകുഞ്ഞുങ്ങൾ, ആ ആൺകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയെന്ന് ഒരു കൺഫഷൻ വരുന്നു. ആ കൺഫഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടക്കുന്നു. ആ പരിശോധനയിൽ ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. പക്ഷേ ആ നിർണായകമായ വിവരങ്ങളോ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളോ മാത്രം ലഭിച്ചുകൊണ്ട് അത്തരത്തിലൊരു പരിശോധന നടത്താൻ അല്ലെങ്കിൽ അതൊരു കോടതിയിലേക്ക് എത്തിക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ DYSP ബിജുകുമാർ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസും ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് RDO അദ്ദേഹമാണ് ഇതിനെല്ലാം തന്നെ അനുമതി നൽകിക്കൊണ്ട് ഇവിടെ രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഉണ്ട്. എന്തായാലും പോലീസ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ 5 മണിയോടുകൂടി 2 പേരെയും കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. അതായത് നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗർഭവിവരം, ഈ 2 തവണ പ്രസവിക്കുന്ന മുൻപും ഗർഭിണിയായ വിവരം എങ്ങനെ മറച്ചു വെച്ചു എന്ന ചോദ്യത്തിന് ഈ അനീഷ നൽകിയിരിക്കുന്ന മൊഴി, അത് ഇറുകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ അത് ലൂസായ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ വയർ കെട്ടിവെക്കും. തനിക്ക് PCOD പ്രശ്നങ്ങളുണ്ട് എന്ന് മാതാവിനെ ധരിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് നൽകിയിരിക്കുന്ന മൊഴി. സ്വാഭാവികമായി അത് അത്ര കണ്ട് വിശ്വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മാതാവിൻ്റെ മൊഴി ഒരുപക്ഷേ വീണ്ടും രേഖപ്പെടുത്തും. ഇവിടെയും സമാനമായ രീതിയിൽ തന്നെയാണ് സാഹചര്യം. എങ്ങനെയാണ് ഈ അസ്ഥികൂടം അല്ലെങ്കിൽ ഈ അസ്ഥികൾ ഇവിടെ വീണ്ടും ഈ വീട്ടിൽ എടുത്തു വെച്ചത്, അത് മറ്റാരും അറിഞ്ഞിരുന്നില്ലേ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ ഭവിൻ്റെ സഹോദരിയും അതുപോലെ തന്നെ മാതാവും ഉണ്ട്. ഭവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും മാതാവ് ഈ വീട്ടിൽ താമസമുണ്ട്. അത്തരത്തിൽ ഉള്ള പരിശോധനകൾ, അങ്ങനെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു സുഹൃത്തിന് അറിവുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അയാളുടെ മൊഴി രേഖപ്പെടുത്തും. അയാൾ ഒരുപക്ഷെ അയാളെ പ്രതി ചേർക്കുമ്പോൾ
സാക്ഷിയാക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ സാക്ഷിയാക്കുമോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും പോലീസിന് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഭവിനും അതുപോലെ തന്നെ പെൺസുഹൃത്ത് അനീഷയും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അത് ഫോൺ എടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കം, ഇരുവരും കുറച്ചു കാലമായി ബന്ധമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായി ആ തർക്കമൊക്കെയാണ് ഇത്തരത്തിലൊരു ഈ വിവരം പുറത്തേക്ക് അറിയാൻ കാരണം. പോലീസുകാർ തന്നെ, പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ തന്നെ ഞെട്ടിയെന്നാണ് പറഞ്ഞത്. അവർ ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചില്ല, പക്ഷേ പൊടുന്നനെ ആക്ഷൻ എടുത്തു. ഏതായാലും അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം വരുന്ന സമയത്ത് നമുക്ക് ശ്രീത്തിലേക്ക് എത്താം. ആ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നിതിൻ അംബുജൻ കൂടി ചേരുന്നുണ്ട്. നിതിൻ, ഈ അനീഷയുടെ വീടിന്റെ സമീപത്ത് നിന്നാണല്ലോ പരിശോധനയിൽ അസ്ഥികൾ കിട്ടിയത്. അത് ഇതിനോടകം തന്നെ ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി കൊണ്ടുപോയി കഴിഞ്ഞു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, രാവിലെ 10:00 തന്നെ ഫോറൻസിക് സംഘം, അതായത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് സംഘം അവിടെ എത്തി പരിശോധന നടത്തി. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടിരുന്നു ഈ പരിശോധനയിൽ കുഞ്ഞിൻ്റെ കൈവിരലിൻ്റെ അസ്ഥികളും അതോടൊപ്പം തന്നെ എല്ലും കഷ്ണങ്ങളെല്ലാം ലഭിച്ചു. അതിനുശേഷം ഇപ്പോൾ അത് DNA പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് ചാലക്കുടി DYSP ഇന്ന് വ്യക്തമാക്കിയത്. 2021 നടന്ന സംഭവമായതിനാൽ തന്നെ ഈ തെളിവ് ശേഖരണത്തിൽ, പ്രത്യേകിച്ച് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ലഭിക്കുമോ എന്ന ആശങ്ക അന്വേഷണത്തിനുണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിന് തുടരന്വേഷണത്തിന് സഹായകമായ എന്ന നിലയിൽ തന്നെയാണ് കുഞ്ഞിൻ്റെ കൈവിരലിൻ്റെ അസ്ഥികളും അതോടൊപ്പം തന്നെ എല്ലും കഷ്ണങ്ങളും കിട്ടിയത്. ഇനിയുള്ള നിർണായകമായ ചോദ്യം, ഇതിൽ ഒത്തിരി ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്. കാരണം ഈ ഗർഭം എങ്ങനെ വീട്ടുകാരെ അറിയിക്കാതെ അല്ലെങ്കിൽ പ്രസവം നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നു. കൂടാതെ ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ തന്നെ കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് 2021 നടന്ന സംഭവം. അതിനുശേഷം പിന്നീട് 2024 സമാനമായി തന്നെ ഒരു കൊലപാതകം നടക്കുന്നു. അങ്ങനെ 2 കൊലപാതകങ്ങളും വ്യത്യസ്ത വർഷങ്ങളായതിനാൽ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളും തന്നെ ഇനി സാധ്യമല്ല. അതുകൊണ്ട് സാഹചര്യ തെളിവുകളും കൂടാതെ ഫോറൻസിക് സംഘത്തിന്റെ അല്ലെങ്കിൽ പരിശോധനാ ഫലവും കൂടാതെ ഡിജിറ്റൽ തെളിവുകളാകും ഈ കേസിന് സഹായകമാകുക. അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇനി അമ്മയെ അടക്കം ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, അവിശ്വസനീയമായ പല കാര്യങ്ങളുമാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അത് കൂട്ടിയോജിപ്പിച്ച് വിശദാംശങ്ങളൊക്കെ ക്രോഡീകരിച്ചാകും ഇനിയുള്ള അന്വേഷണത്തിൽ, തുടരന്വേഷണത്തിൽ ആരൊക്കെ ചോദ്യം ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് തീരുമാനിക്കുക. എന്തായാലും ഒരു നിർണായകമായ വിവരം, ഇന്ന് രാവിലെ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ എല്ലിൻ കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ കുട്ടിയുടെ കൈവിരലിന്റെ അസ്ഥികളെല്ലാം പോലീസ് സംബന്ധിച്ച് ഈ കേസിന് തുടരന്വേഷണത്തിൽ സഹായകമാകും. ശരി, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ